ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ. ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു അത്. ചേച്ചി ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശ് കൊണ്ട് വെളിനാട് കണ്ട മനുഷ്യനാണ് അയാൾ. എന്റെ ഔദാര്യത്തിലാണ് അവൾ ജീവിക്കുന്നത് ഇപ്പോഴും. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അവര് തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് ഇങ്ങനെ റെക്കോർഡിങ്ങിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ പെൺകുട്ടി? ചോദിച്ചു. സുജി അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ നിലവിൽ അവളാണല്ലോ ഉള്ളത്. രേണു സുധിയുടെ കൂടെ നിൽക്കുന്ന അതേ പാറ്റേണിലാണ് സുധി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ സംസാരത്തിലാണ് വീണുപോയത്. അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ രേണുവിനെ മാത്രമല്ല പൊന്നെ ചക്കരയെന്ന് വിളിക്കുന്നത്. എനിക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല. എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവല് മേടിക്കുന്ന ഇഷ്ടമല്ല. പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാനും ഇഷ്ടമല്ല. അതായത് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ. ഇപ്പം നിങ്ങൾ ഈ ഒരു കേട്ട വീഡിയോ എന്ന് പറയുന്നത് സുധിയുടെ തന്നെ ഭാര്യയായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇൻ്റർവ്യൂ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം, ആദ്യ വൈഫ് മരിച്ചതിന് ശേഷം സുധി ഉണ്ടെങ്കിൽ തൻ്റെ കൂടാണ് ജീവിച്ചിരുന്നത്. കുറേ വർഷത്തോളം ഞങ്ങൾ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നു. ആ ഒരു സമയത്ത് തൻ്റെ അമ്മയുടെയൊക്കെ സ്ഥലം പണയം വെച്ചതിന് ശേഷമാണ് കൊല്ലത്ത് വരുന്നത്, അവിടെ സ്ഥലം വാങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ നാൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഒരു രേണു സുധിയായിട്ട് ഇഷ്ടത്തിലാവുന്നു. പക്ഷെ ഞാൻ അറിയാതെ തന്നെ അതേ സമയത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന അതേ സമയത്ത് തന്നെ രേണുവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പം ഇൻ്റർവ്യൂ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ്. ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ പറഞ്ഞ കുറേയധികം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രേണുവിനെതിരെ അതുപോലെ തന്നെ കൊല്ലം സുധിക്കെതിരെയൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് എന്നെ ചതിച്ചതാണ്, ഇതിനെല്ലാം കാരണം രേണുവാണ് കൊല്ലം സുധി എന്നിൽ നിന്നും തട്ടിയെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് റിലേഷനിലായിരുന്നു, ലിവിങ് ടുഗദർ ആയിരുന്നു. എൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കൊല്ലത്തൊക്കെ സ്ഥലം വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നു. ഇത് എത്രമാത്രം സത്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതിനിപ്പം ഫുള്ളായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി രേണു സുധിയൊക്കെ പുറത്ത് വിടും അതിനെപ്പറ്റി. കാരണം എന്ന് പറഞ്ഞപ്പം കൊല്ലം സുധി മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം ഇങ്ങനെയൊക്കെ ഈ ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പെൺകുട്ടി തെറ്റായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അത് കേസ് എടുക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഡൗട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഒരു മരിച്ചുപോയ വ്യക്തിയെ പിന്നെയും മാനം കെടുത്തുന്ന രീതിയിലോ അങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രേണു സുധി കാണുവാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു റിപ്ലൈ കൊടുക്കണമെന്നാണ് എല്ലാവരുടെയും ഒപ്പീനിയൻ. അത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. ഇത് കാണുന്ന ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.